ഹായ് ഓൾ. ഇന്നിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് GST കുറിച്ചാണ്. നമ്മൾ ഏത് കോമ്പറ്റേറ്റീവ് എക്സാം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും അതുപോലെ തന്നെ ഷുവറായിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ ആണ് GST എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിന്ന് GSTയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നിങ്ങൾ PSCക്ക് ഏത് ടോപ്പിക്ക് പഠിച്ചാലും കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഡീറ്റെയിൽ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് വെറുതെ വലിച്ചു വാരി പഠിക്കുക എന്നല്ല, നിങ്ങൾ എന്താണോ പഠിക്കുന്നത് അത് എന്താണെന്ന് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. കാരണം എന്നാൽ മാത്രമേ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ഇപ്പോൾ GST ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ തന്നെ അവിടെ ഒരു മോട്ടോ ഉണ്ടായിരുന്നു, വൺ നേഷൻ വൺ ടാക്സ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അങ്ങനെ ഒരു മോട്ടോ വരാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനു മുമ്പ് രാജ്യത്ത് പല ടൈപ്പ് ഓഫ് ടാക്സ് സിസ്റ്റം നിലനിന്നിട്ടുണ്ടായിരുന്നു. ഉദാഹരണത്തിന് വാറ്റ് അഥവാ വാല്യൂ ആഡഡ് ടാക്സ്, സർവീസ് ടാക്സ്, എക്സൈസ് ഡ്യൂട്ടി, കസ്റ്റംസ് ഡ്യൂട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ടാക്സ് സിസ്റ്റം ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് ഒരൊറ്റ ടാക്സ് സിസ്റ്റം ആക്കുക. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തോടെ ഇംപ്ലിമെൻ്റ് ചെയ്ത പുതിയൊരു ടാക്സ് സിസ്റ്റമായിരുന്നു GST എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു രാജ്യത്ത് ഒറ്റ ടാക്സ് സിസ്റ്റം മാത്രമാകുമ്പോഴത്തേക്കും ട്രേഡ് കുറച്ചുകൂടെ എളുപ്പമാകും അല്ലേ. ഇപ്പോൾ നമുക്ക് മഹാരാഷ്ട്രയിൽ നിന്ന് ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ മഹാരാഷ്ട്രയിലുള്ളതൊരു ടാക്സ് സിസ്റ്റം, അത് കേരളത്തിൽ കൊണ്ടുവരുമ്പോൾ കേരളത്തിൽ മറ്റൊരു ടാക്സ് സിസ്റ്റം. അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും ഓരോ ടൈപ്പ് ടാക്സ് സിസ്റ്റം ആകുമ്പോഴത്തേക്കും ട്രേഡ് അല്ലെങ്കിൽ ഒരു ടാക്സ് സിസ്റ്റം എന്ന് പറയുന്നത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വൺ നേഷൻ വൺ ടാക്സ് സിസ്റ്റം എന്നുള്ളൊരു കൺസെപ്റ്റിലൂടെ GST ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോകാം. GST എന്ന് പറയുന്നത് ഒരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. എന്താണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ടാക്സ് കൊടുക്കുന്ന ആൾ അത് നേരിട്ട് അറിയുന്നില്ല എങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മളൊരു പേന വാങ്ങിക്കുന്നു, ആ പേനയുടെ കൂടെ നമ്മൾ അതിൻ്റെ GSTയും കൂടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എപ്പോഴെങ്കിലും നമ്മൾ GST 5 രൂപ അല്ലെങ്കിൽ പേനയുടെ വില 8 രൂപ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ടല്ല കൊടുക്കുന്നത്, പേനയുടെ മൊത്തത്തിലുള്ള വിലയാണ് അവിടെ പേ ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ അറിയാതെ തന്നെ ടാക്സ് എന്ത് ചെയ്യുന്നുണ്ട്, പേ ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള ടാക്സിനെയാണ് എന്തെന്ന് പറയുന്നത്, ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ മറ്റൊരു ടാക്സ് ഉണ്ടല്ലോ, ഡയറക്റ്റ് ടാക്സ്. നമ്മൾ ടാക്സ് അറിഞ്ഞുകൊണ്ട് കൊടുക്കുക. അതായത് ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻകം ടാക്സ് പേ ചെയ്യുന്നു. അപ്പം ഒരു 8 ലക്ഷം രൂപ വരുമാനമുള്ള ആൾ എന്ത് ചെയ്യുന്നു, അയാളുടെ ഇൻകത്തിന് പുറത്ത് എന്ത് ചെയ്യുകയാണ്, ടാക്സ് ഗവൺമെൻറ്റിലേക്ക് അടക്കുകയാണ്, അതായത് ഇൻകം ടാക്സ് അടക്കുകയാണ്. അപ്പോൾ അയാൾക്കറിയാം അയാൾ അടക്കുന്നത് ഇൻകം ടാക്സ് ആണ്, ഇത്ര രൂപയാണ് അടക്കുന്നതെന്ന്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ അടക്കുന്ന ആൾ അറിഞ്ഞുകൊണ്ട് അടക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ പേ ചെയ്യുന്ന ആൾ അത് അറിയുന്നില്ല എങ്കിൽ അതിനെ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നു. അപ്പോൾ നമ്മളിവിടെ പഠിക്കുന്ന GST എന്ന് പറയുന്നത് ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. അടുത്തൊരു പോയിൻ്റ് കൂടെ പറയുന്നുണ്ടല്ലോ, ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് എന്ന് പറയുന്നത്. ഒന്നുമില്ല, എവിടെയാണോ ഒരു പ്രൊഡക്റ്റ് കൺസ്യൂം ചെയ്യപ്പെടുന്നത് അവിടെ തന്നെ ടാക്സ് എന്ത് ചെയ്യുന്നു, ഇമ്പോസ് ചെയ്യപ്പെടുന്നതിനെ പറയുന്ന പേരാണ് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞൊരു എക്സാമ്പിൾ നോക്കാം. ഒരു പ്രൊഡക്റ്റ് മഹാരാഷ്ട്രയിലാണ് ഉൽപ്പാദിപ്പിച്ചത്, എന്നാൽ അത് വിൽക്കപ്പെടുന്നത് എവിടെയാണ്, കേരളത്തിലാണ്. ഓക്കെ, അപ്പം ടാക്സ് ലെവി ചെയ്യുന്നതും ഇമ്പോസ് ചെയ്യപ്പെടുന്നതും എവിടെയായിരിക്കും, ആ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന കേരളത്തിലായിരിക്കും, മഹാരാഷ്ട്രയിൽ ആയിരിക്കില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ടാക്സ് സിസ്റ്റത്തെ നമ്മൾ പറയുന്ന പേരാണ് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് സിസ്റ്റം എന്നുള്ളത്. നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ പറഞ്ഞു 2017 പുതിയതായിട്ട് വന്നൊരു ടാക്സ് സിസ്റ്റമാണ് ഇതെന്ന് പറയുന്നത് GST എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ചുമ്മാതെ അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പുതിയൊരു ടാക്സ് സിസ്റ്റം കൊണ്ടുവരാൻ പറ്റത്തില്ല. അതിന് ഭരണഘടന എന്ത് ചെയ്യണം, ഭേദഗതി ചെയ്യണം അല്ലേ. ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരുപാട് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് GST നിലവിൽ വരുന്നത്, 101ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഓക്കെ, അപ്പം ഓർത്തു വെക്കുക, 101ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് GST പ്രാബല്യത്തിൽ വരുന്നത്. ഇനി എത്രാം ബിൽ നമ്പർ ആണെന്ന് ചോദിക്കാറുണ്ട്, 122ാം ബിൽ നമ്പർ. ഓക്കെ, തിരിഞ്ഞു പോകരുത്. ഭരണഘടനാ ഭേദഗതി ചോദിച്ചു കഴിഞ്ഞാൽ 101, എത്രാം നമ്പർ ബില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 122. ഓക്കെ, ആ പോയിന്റ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത പറയുന്നത് കനേഡിയൻ മോഡൽ GST ആണ് അല്ലേ. നമുക്കറിയാം ഇന്ത്യയിൽ GST വരുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് രാജ്യങ്ങളിൽ GST നിലവിലുണ്ട്. അപ്പം അതിൽ നിന്നും ഇന്ത്യ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് കാനഡയിൽ നിന്നുള്ള GST മോഡലാണ്. അതുകൊണ്ടാണ് ഇന്ത്യ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് കനേഡിയൻ മോഡൽ GST ആണെന്ന് പറയുന്നത്. എന്നാൽ കാനഡയിൽ നിന്ന് മാത്രമല്ല മറ്റു രാജ്യങ്ങളിൽ നിന്നും നല്ല നല്ല കാര്യങ്ങൾ GSTയിലോട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും മെയിൻ പോർഷൻ എന്ന് പറയുന്നത് കാനഡയുടെ ടാക്സ് സിസ്റ്റമാണ് ഇന്ത്യ ഫോളോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, എന്തുകൊണ്ട് കനേഡിയൻ മോഡൽ അഡോപ്റ്റ് ചെയ്തെന്നുള്ളത് അല്ലേ. നമുക്കറിയാം നമ്മുടെ ഭരണ സംവിധാനം എന്ന് പറയുന്നത് ഫെഡറൽ ഭരണ സംവിധാനമാണ് അല്ലേ. സംസ്ഥാനങ്ങൾക്കും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിനും എന്തുണ്ട്,
തുല്യ പ്രാധാന്യം ഉള്ള ഒരു ടൈപ്പ് ഗവൺമെൻറ്റാണ് ഇന്ത്യയിൽ നിലവിലുള്ളത്. ഇതേപോലെ തന്നെ ഒരു ഫെഡറൽ സിസ്റ്റം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഇത് കാനഡ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ത്യ എന്ത് ചെയ്യുന്നത്, കനേഡിയൻ മോഡൽ GST അഡോപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, പോയിന്റ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ പറഞ്ഞു ഇന്ത്യ അഡോപ്റ്റ് ചെയ്തത് കനേഡിയൻ മോഡലാണ് അല്ലേ. അപ്പോൾ ആദ്യമായി GST നിലവിൽ വരുന്നത് കാനഡയിലാണോ? അല്ല, ആദ്യമായിട്ട് GST നിലവിൽ വരുന്നത് ഫ്രാൻസിലാണ്. ഓക്കെ, മറന്നു പോരുത്, GST ആദ്യമായി നിലവിൽ വന്ന രാജ്യം ഏതാണ്? ഫ്രാൻസ് ആണ്. അപ്പോൾ അടുത്ത് നമുക്ക് എന്താണ് GST ലിമിറ്റ് എന്നുള്ളത് നോക്കാം. നമ്മുടെ രാജ്യത്ത് GST നിലവിൽ വന്നപ്പോഴത്തേക്കും അതിനെതിരെ ശക്തമായിട്ടുള്ള ഒരുപാട് എതിർപ്പുകളുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എതിർപ്പായിരുന്നു ചെറുകിട വ്യവസായക്കാരെ ഇത് പ്രതികൂലമായിട്ട് ബാധിക്കുമെന്നുള്ളത്. അപ്പോൾ അവരെ പോലുള്ള ചെറിയ ചെറിയ പെട്ടിക്കടകളൊക്കെ നടത്തുന്ന ആൾക്കാർ കമ്പ്യൂട്ടറൈസ്ഡ് ബില്ലിങ്ങും GST രജിസ്ട്രേഷനും ഒക്കെ വെച്ചിട്ട് എങ്ങനെയാണ് കച്ചവടം ചെയ്യുന്നതെന്നുള്ളത് ഒരു ചോദ്യമായിരുന്നു അല്ലേ. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് എന്ത് നിലവിൽ വന്നാലും അതിനെ കണ്ണും പൂട്ടി എതിർക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ശൈലിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള എതിർപ്പ് GST വന്നപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ GST രജിസ്ട്രേഷൻ എല്ലാവർക്കും ആവശ്യമാണോ? അതാണ് GST ലിമിറ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ GST ലിമിറ്റ് പറയുന്നു, ഒരാൾ ഒരു ഗുഡ്സാണ് സെല്ല് ചെയ്യുന്നത്, അങ്ങനെയെങ്കിൽ അയാളുടെ വാർഷിക ടേൺ ഓവർ 40 ലക്ഷം കവിഞ്ഞാൽ മാത്രം എന്തെടുത്താൽ മതി? GST രജിസ്ട്രേഷൻ എടുത്താൽ മതി. ഉദാഹരണത്തിന് ഞാനൊരു മെഡിക്കൽ ഷോപ്പ് നടത്തുന്ന ആളാണെന്ന് വിചാരിക്കുക. അപ്പോൾ എൻ്റെ മെഡിക്കൽ ഷോപ്പിൽ കഴിഞ്ഞ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ ഞാൻ ഒരു 38 ലക്ഷം രൂപയുടെ മരുന്നുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? വിറ്റിട്ടുണ്ട്. അവിടെ ലാഭമല്ല നോക്കുന്നത്, എത്ര രൂപയുടെ വിൽപ്പന നടന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഈ 38 ലക്ഷം എന്ന് പറയുന്നത് എൻ്റെ GST ലിമിറ്റ് ക്രോസ് ചെയ്തിട്ടില്ല. കാരണം 40 ലക്ഷത്തിന് മുകളിൽ സാധനം വിറ്റാൽ മാത്രം ഞാൻ എന്തെടുത്താൽ മതി? GST രജിസ്ട്രേഷൻ എടുത്താൽ മതിയാകും. ഓക്കെ, ഇനി തൊട്ടടുത്ത വർഷം എന്ത് ചെയ്തു? ഞാനൊരു 55 ലക്ഷം രൂപയുടെ മരുന്നുകൾ വിറ്റു എന്ന് വിചാരിക്കുക. അപ്പോൾ GST ലിമിറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ക്രോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാൻ എന്തെടുക്കണം? GST രജിസ്ട്രേഷൻ എടുക്കണം. അല്ലാത്ത പക്ഷം എനിക്ക് പെനാൽറ്റി വരുന്നതായിരിക്കും. ഇനി ഞാനൊരു സർവീസ് പ്രൊവൈഡർ ആണെന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് ഞാനൊരു PSC കോച്ചിങ് സെൻറ്റർ നടത്തുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിൽ എൻ്റെ PSC ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എനിക്ക് ഫീസ് ഇനത്തിൽ കിട്ടിയ ആകെ തുക എന്ന് പറയുന്നത് ഒരു 18 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നോക്കിക്കടാ, സർവീസ് 20 ലക്ഷം ക്രോസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, 18 ലക്ഷമേ വന്നിട്ടുള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ GST രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ഇനി എനിക്ക് ഒരു 22 ലക്ഷം രൂപ ഫീസ് ഇനത്തിൽ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ 20 ലക്ഷം എന്ത് ചെയ്തു? ക്രോസ് ചെയ്തു. അപ്പോൾ തന്നെ ഞാൻ എന്തെടുക്കണം? GST രജിസ്ട്രേഷൻ എടുക്കണം. ഓക്കെ, അപ്പോൾ ലിമിറ്റ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് E-way ബില്ലിനെ പറ്റിയാണ്. അപ്പോൾ എന്താണ് E-way ബില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബില്ലിൻ്റെ കൂടെ നമ്മൾ വാങ്ങിച്ച സാധനങ്ങളുടെ ബില്ലുണ്ടാകും, അതിൻ്റെ കൂടെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു ഡോക്യുമെൻ്റാണ് E-way ബില്ലെന്ന് പറയുന്നത്. ഇനി എല്ലാ വസ്തുക്കളും ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ E-way ബില്ല് വേണമെന്ന് ചോദിച്ചാൽ വേണ്ട. 50,000 രൂപയ്ക്ക് മുകളിൽ വിലയുള്ള സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രം എന്തുപയോഗിച്ചാൽ മതി? E-way ബില്ല് ഉപയോഗിച്ചാൽ മതി. ഇനി E-way ബില്ല് എവിടെ നിന്നാണ് എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ GST സൈറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? E-way ബില്ല് എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ നോർമൽ സിറ്റിസൺസിനല്ല ആവശ്യം വരുന്നത്. ബിസിനസ്സൊക്കെ ചെയ്യുമ്പോൾ ബൾക്കായിട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്ന ആൾക്കാർ കണ്ടെയ്നറിലൊക്കെ ഗുഡ്സ് കൊണ്ടുപോകുമ്പോൾ അവിടെ സൂക്ഷിക്കേണ്ട ഒരു ഡോക്യുമെൻ്റാണ് E-way ബില്ല് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് ഒരു ദിവസമാണ്. ഓക്കെ, അപ്പോൾ ഇന്നൊരു E-way ബില്ല് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വാലിഡിറ്റി ഒരു ദിവസമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അതുമാത്രമല്ല 200 കിലോമീറ്റർ വരെ ട്രാൻസ്പോർട്ട് ചെയ്യാനേ ആ E-way ബില്ല് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ക്ലിയർ ആയെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. അടുത്ത നമുക്ക് GSTയുമായി ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം GST നിലവിൽ വരുമ്പോൾ ഒരുപാട് പ്രൊസീജിയറിലൂടെയാണ് അല്ലേ. ആദ്യം ആ ബില്ല് എന്ത് ചെയ്യണം? രാജ്യസഭയിൽ എന്ത് ചെയ്യണം? അവതരിപ്പിച്ചത് പാസ്സാക്കണം. ഓക്കെ, അപ്പോൾ എന്നാണ് GST ബില്ല് രാജ്യസഭ പാസ്സാക്കിയത്? ഡേറ്റ് ഓർത്തോണം, 2016 ഓഗസ്റ്റ് 3-നാണ് രാജ്യസഭ എന്ത് ചെയ്യുന്നത്? GST ബില്ല് പാസ്സാക്കുന്നത്. ഇനി രാജ്യസഭ മാത്രം പാസ്സാക്കിയാൽ മതിയോ? പോരാ, ലോക്സഭയും എന്ത് ചെയ്യണം? പാസ്സാക്കണം. ലോക്സഭ എന്ന് പാസ്സാക്കി? 2016 ഓഗസ്റ്റ് 8-ന് എന്ത് ചെയ്തു? ലോക്സഭയും പാസ്സാക്കി. ഇനി ലോക്സഭ പാസ്സാക്കിയാലും നിയമമാകുമോ? ഇല്ല, പ്രസിഡന്റ് എന്ത് ചെയ്യണം? ഒപ്പുവെക്കണം. എന്നാണ് പ്രസിഡന്റ് ഒപ്പുവെച്ചത്? 2016 സെപ്റ്റംബർ 8-ാം തീയതി എന്ത് ചെയ്തു? പ്രസിഡന്റ് ഒപ്പുവെച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നടന്നാലാണ് ഒരു നിയമം എന്ത് ചെയ്യുന്നത്? പ്രാബല്യത്തിലാവുന്നത് അല്ലേ. അതുവരെ അതിനെ ബില്ലെന്ന് മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഏത് പ്രസിഡന്റാണ് GST ബില്ലിൽ ഒപ്പുവെച്ചത്? പ്രണബ് മുഖർജിയാണ്. ഓക്കെ, ഓർത്തു വെക്കുക, പ്രണബ് മുഖർജിയാണ് GST ബില്ലിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പ്രൊസീജിയറിലൂടെ കടന്നു വന്നിട്ടാണ് GST ബില്ല് ഒരു നിയമമായിട്ട് മാറിയത്. ഇനി എന്നാണ് നിലവിൽ വരുന്നത്? 2017 ജൂലൈ 1-നാണ് GST എന്ത് ചെയ്യുന്നത്? നിലവിൽ വരുന്നത്. ഇനി തൊട്ടടുത്ത വർഷം ജൂലൈ 1-ന് എന്ത് ചെയ്തു? നമ്മൾ ആദ്യ GST ദിനമായിട്ട് എന്ത് ചെയ്തു? ആചരിക്കുകയും ചെയ്തു.
ഓക്കെ. അപ്പോൾ ഡേറ്റ് ഒന്നുകൂടെ ഒന്ന് ഓടിച്ച് നോക്കിക്കേ. രാജ്യസഭ പാസ്സാക്കിയത് 2016 ഓഗസ്റ്റ് 3, ലോക്സഭ പാസ്സാക്കിയത് 2016 ഓഗസ്റ്റ് 8, പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2016 സെപ്റ്റംബർ 8, ഒപ്പുവെച്ച രാഷ്ട്രപതി പ്രണബ് മുഖർജിയാണ്. GST നിലവിൽ വന്നത് 2017 ജൂലൈ 1, ആദ്യമായിട്ട് GST ദിനം ആചരിച്ചത് 2018 ജൂലൈ 1. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് GSTയുമായി ബന്ധപ്പെട്ട കുറച്ച് ആർട്ടിക്കിളുകളാണ്. ആദ്യത്തെ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 246A ആണ്. അപ്പോൾ ഇന്ത്യയിൽ GST നടപ്പിലാക്കാൻ കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും നിയമനിർമ്മാണ അധികാരം നൽകുന്ന ആർട്ടിക്കിളാണേത്? ആർട്ടിക്കിൾ 246A അല്ലേ? നമ്മൾ പറഞ്ഞു നമ്മൾ അഡോപ്റ്റ് ചെയ്ത് കനേഡിയൻ മോഡലാണ്. അവിടെ കേന്ദ്രത്തിനും അതുപോലെ തന്നെ സംസ്ഥാനത്തിനും എന്തുണ്ട്? പ്രാതിനിധ്യം ഉണ്ട്. ഓക്കെ. ഇനി അടുത്ത ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 269 IGST അഥവാ ഇൻ്റർസ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിനെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് ഏത്? ആർട്ടിക്കിൾ 269A എന്ന് പറയുന്നത്. അടുത്ത ആർട്ടിക്കിൾ 279A ആണ്. GST കൗൺസിലിനെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് ഏത്? ആർട്ടിക്കിൾ 279A എന്ന് പറയുന്നത്. അപ്പോൾ GST കൗൺസിലിനെ പറ്റി നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ഓക്കെ. അപ്പോൾ ആർട്ടിക്കിൾ ഏതൊക്കെയായിരുന്നു? ആർട്ടിക്കിൾ 246A എന്ത് ചെയ്യുന്നു? നിയമനിർമ്മാണ അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും കൊടുക്കുന്നു. ആർട്ടിക്കിൾ 269A IGST അഥവാ ഇൻ്റർസ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിനെ പറ്റി പറയുന്നു. ആർട്ടിക്കിൾ 279A GST കൗൺസിലിനെ പറ്റി പറയുന്നു. ഓക്കെ. ക്ലിയർ ആയെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് GST ടൈപ്പുകളെ കുറിച്ചാണ്. ഓക്കെ. മെയിനായിട്ടും 4 ടൈപ്പ് GSTകളാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിൽ കളക്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതാണ് CGST, രണ്ടാമത്തത് SGST, മൂന്നാമത്തത് IGST ആൻഡ് ലാസ്റ്റ് വൺ UTGST. ഓക്കെ. അപ്പോൾ ഇത്രയും ടാക്സുകളാണ് ഏതിൻ്റെ ഹെഡിൽ വരുന്നത്? GSTയുടെ ഹെഡിൽ വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താണ് CGST എന്ന് നോക്കാം. സെൻട്രൽ ഗവൺമെൻറ് ഇൻട്രാ-സ്റ്റേറ്റ് സപ്ലൈക്ക് ഇമ്പോസ് ചെയ്യുന്ന ടാക്സ് ആണ് എന്ന് പറയുന്നത് CGST എന്ന് പറയുന്നത്. എന്താ ഇൻട്രാ-സ്റ്റേറ്റ് സപ്ലൈ? ഒരു സംസ്ഥാനത്തിൻ്റെ ഉള്ളിൽ തന്നെ നടക്കുന്ന ട്രേഡിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇൻട്രാ-സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറയുന്നത്. അവിടെ സെൻട്രൽ ഗവൺമെൻറ് ഇമ്പോസ് ചെയ്യുന്ന GSTയുടെ പേരാണ് CGST എന്ന് പറയുന്നത്. അടുത്തത് SGST. ഇൻട്രാ-സ്റ്റേറ്റ് ട്രേഡിന് തന്നെ സംസ്ഥാനങ്ങൾ ചുമത്തുന്ന ടാക്സാണ് SGST എന്ന് പറയുന്നത്. ഓക്കെ. ഇവിടെ എന്ത് ചെയ്യുന്നു? ഒരു സംസ്ഥാനത്തിനകത്ത് ഒരു സാധനം വാങ്ങുകയാണ് അല്ലേ? അവിടെ കൊടുക്കുന്ന ടാക്സാണ് ഏതൊക്കെ? CGSTയും SGSTയും. ഓക്കെ. അവിടെ CGST ഇമ്പോസ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ്റും SGST ഇമ്പോസ് ചെയ്യുന്നത് സംസ്ഥാന ഗവൺമെൻറ്റും ആയിരിക്കും. ഉദാഹരണത്തിന് ആലപ്പുഴ ജില്ലയിലുള്ള ഒരാൾ എറണാകുളം ജില്ലയിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഒരു 20 ലക്ഷം രൂപയുടെ അയൺ ആൻഡ് സ്റ്റീൽ മേടിക്കുന്നു, ഇരുമ്പ് മേടിക്കുന്നു. ഓക്കെ. അപ്പോൾ 20 ലക്ഷത്തിൻ്റെ പുറമെ എന്ത് ചെയ്യുന്നുണ്ട്? GST വരുന്നുണ്ട് അല്ലേ? ഏതൊക്കെ GST വരും? CGSTയും വരും, SGSTയും വരും. CGST ഇമ്പോസ് ചെയ്യുന്ന ആരാണ്? സെൻട്രൽ ഗവൺമെൻറ് ആണ്. SGST ഇമ്പോസ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്. ഓക്കെ. ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് IGST. ഓക്കെ. അവിടെ IGST ഇമ്പോസ് ചെയ്യുന്നത് ആര് തന്നെയാണ്? സെൻട്രൽ ഗവൺമെൻറ് തന്നെയാണ്. ഓക്കെ. ഇനി ശ്രദ്ധിക്കണം, ഇൻട്രാ-സ്റ്റേറ്റിനല്ല, ഇൻ്റർ സ്റ്റേറ്റിന്. ഉദാഹരണത്തിന് തമിഴ്നാട്ടിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? കുറച്ച് സാധനം കേരളത്തിലേക്ക് വാങ്ങിക്കുന്നു. അവിടെ എന്താണ്? ഒരു ഇൻ്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷനാണ് നടക്കുന്നത് അല്ലേ? അപ്പോൾ അവിടെ ടാക്സ് ചുമത്താനുള്ള അധികാരം ആർക്ക് മാത്രമേ ഉള്ളൂ? സെൻട്രൽ ഗവൺമെൻറ്റിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒരു സംസ്ഥാനത്തിലുള്ള ഒരാൾ വേറൊരു സംസ്ഥാനത്ത് നിന്ന് സാധനം വാങ്ങിക്കുവാണെങ്കിൽ അവിടെ അടക്കുന്ന GSTയുടെ പേരാണ് IGST എന്ന് പറയുന്നത്. ഓക്കെ. ഇനി മറ്റൊന്നുകൂടെ വരുന്നുണ്ട്, UTGST. നമുക്കറിയാം ഇന്ത്യയിലെ സംസ്ഥാനങ്ങളും അതുപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉണ്ട് അല്ലേ? ഉദാഹരണത്തിന് എന്ത് ചെയ്യുന്നു? പുതുച്ചേരി, അതുപോലെ തന്നെ ദാമൻ ആൻഡ് ദിയു. അപ്പോൾ ഇതൊക്കെ എന്താണ്? യൂണിയൻ ടെറിട്ടറികളാണ് അല്ലേ? അപ്പോൾ ഇവിടെ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അവിടെ ഇമ്പോസ് ചെയ്യപ്പെടുന്ന GSTയുടെ പേരാണ് UTGST അഥവാ യൂണിയൻ ടെറിട്ടറി GST എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് GST ടൈപ്സിൽ വരുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഓടിച്ച് നോക്കാം. CGST ആര് ഇമ്പോസ് ചെയ്യുന്നു? സെൻട്രൽ ഗവൺമെൻറ് ഇമ്പോസ് ചെയ്യുന്നു. ഏത് തരം ട്രേഡിനാണ്? ഇൻട്രാ-സ്റ്റേറ്റ് ട്രേഡിനാണ്. ഇനി SGST ആര് ഇമ്പോസ് ചെയ്യുന്നു? സ്റ്റേറ്റ് ഗവൺമെൻറ് ഇമ്പോസ് ചെയ്യുന്നു. എന്തിന് തന്നെയാണ്? ഇൻട്രാ-സ്റ്റേറ്റ് ട്രേഡിന് തന്നെയാണ്. ഇനി അടുത്തത് IGST ആര് ഇമ്പോസ് ചെയ്യുന്നു? സെൻട്രൽ ഗവൺമെൻറ് ഇമ്പോസ് ചെയ്യുന്നു. എന്തിനാണ്? ഇൻ്റർ സ്റ്റേറ്റ് ട്രേഡിനാണ്. ഓക്കെ. അടുത്തത് UTGST അഥവാ യൂണിയൻ ടെറിട്ടറി GST. അപ്പോൾ ഇത്രയുമാണ് GST ടൈപ്പുകളിൽ വരുന്നത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് GST സ്ലാബിനെ കുറിച്ചാണ്. നമുക്ക് മെയിനായിട്ടും 4 ടൈപ്പ് സ്ലാബിലാണ് GST എന്ത് ചെയ്യുന്നത്? ഇമ്പോസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ 0 ഉണ്ട്, അതിൽ 5% ഉണ്ട്, 18% ഉണ്ട്, 40% ഉണ്ട്. അപ്പോൾ ഇങ്ങനെ മെയിനായിട്ടും 4 സ്ലാബുകളായിട്ടാണ് GST എന്ത് ചെയ്യുന്നത്? കളക്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഓരോ സ്ലാബിലും എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് 0%. 0% എന്ന് പറയുമ്പോൾ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള നമുക്ക് ഒഴിച്ചുകൂടാനാകാത്ത സാധനങ്ങളിലാണ് ഏതിൽപ്പെടുത്തിയിരിക്കുന്നത്? 0%-ൽ അല്ലേ? അപ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളെയൊക്കെ GSTയിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ഒഴിവാക്കി തന്നിട്ടുണ്ട്.
ഉദാഹരണത്തിന് എന്താണ് ഹെൽത്ത് കെയർ, വിദ്യാഭ്യാസം, അതുപോലെ തന്നെ ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊന്നും എന്ത് ചെയ്യുന്നില്ല, GST സ്ലാബിൽ വരുന്നില്ല. ഓക്കെ, ടാക്സ് കളക്ട് ചെയ്യപ്പെടുന്നുണ്ട്, 0% കളക്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. GSTയുടെ അണ്ടറിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പ്രൊഡക്റ്റൊക്കെ വരുന്നുണ്ട്. എന്നാൽ ടാക്സ് റേറ്റ് എത്രയാണ്, 0% ഉള്ളൂ. അടുത്ത ഹെഡ് വരുന്നത് 5% ആണ്. 5%ൽ വരുന്നത് ടീ ആൻഡ് കോഫി ഉണ്ട്, മെഡിസിൻസ് ഉണ്ട്, അതുപോലെ തന്നെ സെലക്റ്റഡ് ആയിട്ടുള്ള ഇലക്ട്രിക് വെഹിക്കിൾസ് ഉണ്ട്, എഡിബിൾ ആയിട്ടുള്ള ഓയിൽ, അതുപോലെ തന്നെ സുഗന്ധവ്യഞ്ജനങ്ങൾ. ഇതൊക്കെയാണ് ഇതിൽ വരുന്നത് 5%ൻ്റെ സ്ലാബിൽ വരുന്നത്. അടുത്തതെന്ന് പറയുന്നത് 18% ആണ്. മെയിനായിട്ടും ഇലക്ട്രോണിക്സ് ഐറ്റം, ടോയ്ലറ്ററീസ്, കോസ്മെറ്റിക് പ്രൊഡക്റ്റ്, റെസ്റ്റോറൻറ്റുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് 18%ൽ വരുന്നത്. അടുത്തത് ഏറ്റവും ഹയസ്റ്റ് സ്ലാബാണ് 40% എന്ന് പറയുന്നത്. ഓക്കെ, ലക്ഷറി ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഇതിൽ വരുന്നത് 40%. അപ്പോൾ അത് സാധാരണക്കാരുടെ എന്ത് ചെയ്യുന്നു, പ്രൊട്ടക്ഷൻ നൽകാൻ വേണ്ടിയിട്ടാണ് ഈ ലക്ഷറി ഐറ്റംസിനെയൊക്കെ എന്ത് ചെയ്തിരിക്കുന്നത്, 40%ൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രീമിയം കാറ് 40% ടാക്സ് വന്നെന്നും പറഞ്ഞ് ഒരു സാധാരണക്കാരനെ അത് എന്ത് ചെയ്യുന്നില്ല, അഫക്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ലക്ഷറി പ്രൊഡക്റ്റുകൾ, അതുപോലെ തന്നെ പാൻ മസാലകൾ, അതുപോലെ തന്നെ എയറേറ്റഡ് കാർബണേറ്റഡ് ആയിട്ടുള്ള പെപ്സി, കൊക്കക്കോള പോലുള്ള ഡ്രിങ്ക്സ്, ഇതൊക്കെ 40% GST സ്ലാബിലാണ് വരുന്നത്. ഇനി നേരത്തെ ഉണ്ടായിരുന്ന 2 സ്ലാബുകളാണ് 12% 28%. ഓക്കെ, പുതിയ പരിഷ്കരണം വന്നപ്പോഴത്തേക്കും ഈ 2 സ്ലാബുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, GSTയിൽ നിന്ന് എടുത്തു മാറ്റിയിട്ടുണ്ട്. അപ്പോൾ GSTയിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ട സ്ലാബുകൾ ഏതൊക്കെയാണ്, 12% 28%. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. GST നമുക്ക് കുറച്ചുകൂടെ പഠിക്കാനുണ്ട്. അപ്പോൾ അത് അടുത്ത ക്ലാസ്സായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ റിപ്ലൈ തരുന്നതായിരിക്കും. ക്ലാസ്സിൻ്റെ നോട്ട് മറ്റാവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ, ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം.